സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്കിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും കൺട്രോളിൽ പ്രവർത്തിക്കുന്ന കറൻസീസ് ആണ്. അതേസമയം ക്രിപ്റ്റോ കറൻസി എടുത്ത് നോക്കുവാണെങ്കിലോ ഗവൺമെൻറ്റിന് കൺട്രോളില്ല, സെൻട്രൽ ബാങ്കിന് കൺട്രോളില്ല, മറ്റാർക്കും തന്നെ കൺട്രോൾ ഇല്ലാതെ കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയിക്കൊണ്ടാണ് ക്രിപ്റ്റോ കറൻസികൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് വന്നേക്കാം. പ്രധാനമായിട്ട് 2 ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്, ക്രിപ്റ്റോഗ്രഫിയും അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും. എന്തിനു വേണ്ടിയിട്ടാണ് ക്രിപ്റ്റോഗ്രഫി യൂസ് ചെയ്യുന്നത്? സെക്യൂർ ആയിട്ട് ക്രിപ്റ്റോ കറൻസികൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിപ്റ്റോഗ്രഫി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി? അതായത് നമ്മൾക്കിപ്പോൾ എൻ്റെ കയ്യിലൊരു 10 ലക്ഷം രൂപയുണ്ട്, എനിക്ക് എൻ്റെ സുഹൃത്തിന് ഒരു 5 ലക്ഷം രൂപ അയച്ചു കൊടുക്കണം. അപ്പോൾ അതിന് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ബാലൻസ് എൻ്റെ കയ്യിൽ 5 ലക്ഷം രൂപയുണ്ട്, എൻ്റെ സുഹൃത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്തായിട്ടുണ്ട് 5 ലക്ഷം രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കണക്കും കാര്യങ്ങളും പ്രോപ്പറായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണക്കും കാര്യങ്ങളും സൂക്ഷിക്കുന്നത് ബ്ലോക്ക് ചെയിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഒരു ഡിജിറ്റൽ ലെഡ്ജർ ആയിട്ട് നമുക്ക് ബ്ലോക്ക് ചെയിനെ കണക്കാക്കാനായിട്ട് സാധിക്കുന്നതാണ്.